നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി കുട്ടി ശങ്കര അവന്റെ ശബ്ദം അവിടെ മാകാലടിച്ചു. അടുത്ത നിമിഷം അവിടെ നിന്നിരുന്നവരുടെ എല്ലാം ചെവി തുറക്കുമാർ ഉച്ചത്തിൽ ഒരു ചിഹ്നം വിളി അവിടെ ഉയർന്നു കേട്ടു. ആ ശബ്ദം കാതിലേക്ക് വച്ചു. അവിടെ നിന്നിരുന്നവരെല്ലാം ഒരു നിമിഷം വിരണ്ടു. അവിടെ വീഴ്ചക്കാതെ ഇങ്ങോട്ട് വാടിയാണി. അവന്റെ ശബ്ദം അവൾക്ക് നേരെ ഉയർന്നു. ആൾ വേഗം തന്നെ പിടിച്ചു വെച്ചിരുന്നവരുടെ കൈ ഒഴിവിച്ചുകൊണ്ട് അവനടുത്തേക്ക് നീങ്ങി. ആർക്കടുത്തേക്കും ഉരണ്ടുകൊണ്ട് കൊമ്പും കുലുക്കി വന്നിരുന്ന കുട്ടിച്ചെങ്ങനെ കാണെ അവിടെ നിന്നിരുന്നവർ ഓരോരുത്തരായി പുറകിലേക്ക് വലിയാൻ തുടങ്ങി. ഏത് മോനടാ, ഇനി ഞാൻ ആരാണെന്ന് അറിയണ്ടേ? രുദ്രൻ തനിക്കുമ്പിൽ വിറച്ചിരിക്കുന്നവരെ നോക്കി കനത്ത സ്വരത്തിൽ ചോദിച്ചു. എല്ലാവരും ഒന്ന് പതുങ്ങി. ഏതാണോ നീയൊക്കെ? എന്തിനാ നീ കൂടി ഇവിടെ പിടിച്ചു വെച്ച്? രുദ്രൻ അവർക്കരികിലേക്ക് നീങ്ങൊണ്ട് ചോദിച്ചു. അവരാരും ഒരക്ഷരം ഉരിയാടാതെ അവന് മുമ്പിൽ പരുങ്ങി നിന്നു. കുട്ടിശങ്കന്റെ ചിഹ്നം വിളിക്കിട്ട് ഓടി വന്ന പാപ്പാൻ ശശി കാണുന്ന ഈ രംഗമാണ്. ചോദിച്ചു കേട്ടില്ലേ, നീയൊക്കെ ഏതാന്ന്? അവനതിൽ നേതാവെന്ന് തോന്നിക്കുന്നതിന് മുമ്പിലേക്ക് വന്നിരുന്നുകൊണ്ട് ശബ്ദമുയർത്തി. ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്നാ. അയാൾ അവന് മുമ്പിൽ നിന്ന് വിക്കി. പുറത്തുനിന്നോ? എവിടുന്ന്? രുദ്രന്റെ ശബ്ദം കനത്തു. ചെമ്പൂര്. അതിലൊരുത്തിന് ഉത്തരം നൽകി. ശശി! അത് കേട്ടതും രുദ്രാവണിയിൽ നോട്ടം മാറ്റാൻ നീട്ടി വിളിച്ചു. ഓ കുഞ്ഞെ! പാപ്പാൻ ശശി അവനരിയിലേക്ക് വന്നിരുന്നുകൊണ്ട് വിളി കേട്ടു. ഇവിടെ ഇന്ദ്രന്റെ അടുത്ത് എത്തിക്കടോ. അവനോടുത്തിരുന്ന മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് തനിക്ക് അടുത്തേക്ക് വന്നവനോടായി പറഞ്ഞു. ശരി കുഞ്ഞെ. അയാൾ അവന്റെ ആജ്ഞ ശിരസാവഹിച്ചുകൊണ്ട് നീലിക്കടുത്തേക്ക് നീങ്ങി. വാ! അയാൾ അവളെ വിളിച്ചു. അവൾ അവനെ നോക്കിക്കൊണ്ട് അയാൾക്കൊപ്പം നടന്നു നീങ്ങി. അയാളോടൊപ്പം നടന്നകലുന്നവളെ കാണെ ആ കൂട്ടത്തിലെ നേതാവെന്ന് തോന്നിക്കുന്നവന്റെ കണ്ണുകൾ അവൾക്ക് നേരെ എരിഞ്ഞു. പെട്ടെന്നാണ് ആ കാഴ്ചക്ക് മറുതീർത്തുകൊണ്ട് രുദ്രന്റെ മുഖം ആ കണ്ണുകളെ കവർന്നെടുത്തത്. നീ കളിക്കുന്നത് ആരോടാണെന്ന് എനിക്ക് അറിയില്ലടാ ചക്ക. അതറിഞ്ഞു വരുമ്പോഴേക്കും നീ ഒരു പിടി ചാരമായി മാറിയിട്ടുണ്ടാവും. അയാൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മുരണ്ടു. ഈ ഡയലോഗൊക്കെ വേറെ ഏതെങ്കിലും കൊച്ചുപിള്ളേരോട് പോയി പറയടാ ക്ലാപ്പ, അവര് പേടിക്കുമായിരിക്കും. രുദ്രൻ തനിക്കുമ്പിൽ നിൽക്കുന്നവരെ നോക്കി പുച്ഛം നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. നിന്നെയൊക്കെ ചെല്ലും ചെലവും തന്ന് ഇങ്ങോട്ട് ഈ നാരായണ മംഗലത്തേക്ക് കെട്ടിയെടുത്തത് ആരായാലും അവന്റെ പട്ടണ കത്താൻ സമയമായിന്ന് നീ അവനോട് പോയി പറഞ്ഞേക്ക്. അതിനുള്ള ആദ്യത്തെ കൊള്ളിയായിപ്പാ പോയത്. രുദ്രൻ അയാളെ നോക്കി പറഞ്ഞതും അയാളുടെ പല്ലുകൾ തമ്മിൽ ഉറുമ്മി. നീയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആര് പറഞ്ഞിട്ടാണെങ്കിലും ഇവിടുന്ന് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിലേ അത് ഇനി അവൻ തീരുമാനിക്കണം. രുദ്രൻ തന്നെ മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് കൂർമ്മതയോടെ പറഞ്ഞു. നീ നേരത്തെ ഒരു ഡയലോഗ് അടിച്ചല്ലോ, എന്തായിരുന്നത്? അവൻ ആലോചിക്കുന്ന പോലെ നടിച്ചു. നീ കളിക്കുന്ന ആരോടാണെന്ന് നിനക്ക് അറിയില്ല എന്നല്ലേ? രുദ്രൻ അവനെ നോക്കി ചോദിച്ചു. അയാൾ അവനെ ദേഷ്യം അടക്കാൻ കഴിയാതെ നോക്കി. ഇടക്കൊക്കെ ഒന്ന് സ്വയം ഒന്ന് പറഞ്ഞു നോക്ക്, നന്നായിരിക്കും. ഇല്ലേ ചിലപ്പോ കളിയെറിയുന്ന ആമ്പിള്ളേര് വന്ന് നെഞ്ചത്ത് ആടിത്തിമിർത്തിട്ട് പോകുന്നതാണ്. ഇതുപോലെ നോക്കിക്കേണ്ടി വരും. അവൻ കയ്യിൽ ഇടിവളെന്ന് കയറ്റി വെച്ചുകൊണ്ട് അയാളെ നോക്കി പല്ലിയടിച്ചുകൊണ്ട് പറഞ്ഞു. എടാ മോനെ, നീ വന്നുവിട്ട സ്ഥലം മാറിപ്പോയി. ഇവിടെയുള്ളവർക്ക് നിന്നെ ഓടിച്ചിട്ട് പിടുത്തൊന്നും കളിച്ച് ശീലമല്ല. ആയിട്ടൊക്കെ ഞങ്ങൾ പണ്ടേ വിട്ടതാ. രുദ്രൻ കൈകൾ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു. പിന്നെ കളിച്ച് ശീലമുള്ള വേറെ ചില കളികളുണ്ട്. അതൊക്കെ നിന്റെ നെഞ്ചത്ത് തന്നെ ആടിത്തിമിറിക്കാനുള്ള ആള് അധികം വൈകാതെ എത്തിക്കോളും. അതുവരെ മക്കൾ ഇവിടെ നിന്ന് തുമ്പിയെ പിടിച്ച് കളിക്കും. ആ ഒരു താളത്തിൽ പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരികെ നടന്നു. എങ്ങോട്ട് വാളാ ചങ്കര, ചോട്ടന്മാരവിടുന്ന് തുമ്പിയെ പിടിച്ചോട്ടെ. അവൻ കുട്ടിശങ്കരന്റെ തുമ്പിക്കയിൽ പിടിച്ച് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും അവരെ നോക്കി നീട്ടിയൊരു ചിഹ്നം വിളിച്ചുകൊണ്ട് കുട്ടിശങ്കര അവനൊപ്പം നടന്ന് നീയാണ് കൊള്ളാനോടെ ചങ്കര. അപ്പൊ ആ ഏട്ടൻ ചങ്കരം വിളിച്ചാൽ മാത്രമല്ല, ഈ ഞാൻ വിളിച്ചാലും നീ വിളി കേൾക്കും അല്ലേടാ കോപ്പേ? രുദ്രൻ കുട്ടിശങ്കരന്റെ തുമ്പിക്കൈയിലും തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ ആ കൈ തട്ടി മാറ്റി. തുടങ്ങി അവന്റെ മൂശയുടെ സ്വഭാവം. ദേ മര്യാദക്ക് ഞാൻ പറയുന്ന കേട്ട് നടന്ന നിനക്കല്ല്. ഇല്ലാച്ചാ നിനക്കുള്ള ശർക്കരയും പഴം ഞാനങ്ങ് മുക്കും. എന്റെ മോൻ പച്ചപ്പട്ടയും ചവച്ചടക്കേണ്ടി വരും, പറഞ്ഞേക്കാം. രുദ്രൻ അവന്റെ തുമ്പിക്കൈയിലൊന്ന് കുത്തിക്കൊണ്ട് പറഞ്ഞു. അവനൊന്ന് മുരണ്ടു. എന്തായാലും ഇന്നത്തെ ഈ സന്തോഷത്തിന് നമുക്ക് ആ കുട്ടനായിട്ട് കളയുന്ന രണ്ട് സുഖിയം കുത്തിക്കയറ്റാം. പറഞ്ഞുകൊണ്ട് അവന്റെ തുമ്പിക്കൈ താങ്ങി. പിന്നെ ഒരു കാര്യം ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂടെ നിന്റെ ഈ തുമ്പിക്ക് അങ്ങോട്ട് ഓടിന്റെ എണ്ണ എടുക്കാനെങ്ങാനും പോയാ ആ അലറൽ വണ്ടി എടുത്തിയോടെ ആശുപത്രിയിലാണ് നോക്കണ്ട. സംഭവം ഞാൻ നിന്നെ തന്നെ ഒരു തോട്ടി കൊണ്ട് തല്ലും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. രുദ്രൻ പറഞ്ഞുകൊണ്ട് അവരുമായി മുന്നോട്ട് നടന്നു. നോക്കി നിൽക്കാതെ പോയി ആ മോട്ടോർ ഓൺ ചെയ്യടോ. ഇന്ദ്രൻ അവിടെ നിന്ന് ഒരു കമ്മിറ്റിക്കാരോട് ശബ്ദം ഉയർത്തിയതും അയാൾ വേഗം അവിടെ നിന്ന് പറഞ്ഞു. അതേ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ, ഇത് മാത്രമല്ല പണി. അവൻ ക്ഷേത്രങ്ങളും വൃത്തിയാക്കുന്നവർ നോക്കി പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി ചെളിപുരന്റെ കാലുകൾ വൃത്തിയാക്കാനായി അവിടെയുള്ള പൈപ്പിൻ ചുവട്ടിലേക്ക് നീങ്ങി. ചെറിയമ്പുരാനെ! പെട്ടെന്നാണ് ആരുടെ വെപ്രാളം നിറഞ്ഞ നീട്ടിയുള്ള വിളി അവനെ തേടിയെത്തിയത്. അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയതും കാണുന്നത് തനിക്കരികിലേക്ക് തിടുക്കപ്പെട്ടു വരുന്ന പാപ്പാൻ ശശിയെയും തിരുമേനിയുമാണ്. ആരുടെ ആ വെപ്രാളപ്പെട്ടുകൊണ്ടുള്ള വരവുകാണ് അവനൊന്ന് നെറ്റി വിളിച്ചു. എന്താടാ?
ഇന്ദ്രൻ അവനരിയിലേക്ക് നടന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു. അത് ഒരു കാര്യമുണ്ടായി, ചെറിയമ്പരാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. അവൻ ഇന്ദ്രനരിയിലേക്ക് വന്നിട്ട് പറഞ്ഞു. ഹാ, നിന്ന് താത്താ കാര്യം പറയടാ. ഇന്ദ്രന്റെ ശബ്ദം അവർക്ക് നേർക്ക് കടത്തു. അത് അയാൾ പറയാൻ ബുദ്ധിമുട്ടി. എന്താ തിരുമേനി കാര്യം? ശശി ഒന്നും പറയുന്നില്ലെന്ന് കണ്ടതും അവൻ ക്ഷമനശവനെ പോലെ തിരുമേനിയോട് ചോദിച്ചു. അത് ഇന്ദ്രകുഞ്ഞെ, നീലിമോളും കുഞ്ഞും ആശുപത്രിയിലാ. അയാൾ അവനോട് പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് അവനെ കണ്ണുമിഴിഞ്ഞു. എന്താ? അവൻ കേട്ട വാർത്ത വിശ്വസിക്കാനാവാതെ അയാളെ നോക്കി ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, കുഞ്ഞുണ്ട് അവിടെ, കാര്യങ്ങളൊക്കെ മോള് പറയും. കുഞ്ഞൊന്ന് പെട്ടെന്ന് ചെല്ലാൻ നോക്ക്, മോളാകെ പേടിച്ചിരിക്കുക. അയാൾ അവനോട് പറഞ്ഞു. ആ ധൃതിയിൽ അവിടെ നിന്ന് നടന്നു നീ. ഇന്ദ്രനൊന്നും പിടിയിട്ടുന്നുണ്ടായിരുന്നില്ല. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുന്നവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ പെട്ടെന്ന് എന്താ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് എത്ര ആലോചിച്ചിട്ട് അവന് മനസ്സിലായില്ല. ഇനി കുഞ്ഞിനെന്തെങ്കിലും? ആ ഒരു ചോദ്യം അവനുള്ളിൽ കിടന്ന് വീർപ്പ് മുട്ടി. ആ വാശി പിടിച്ചുള്ള കരച്ചിൽ ഒഴിച്ചാൽ കുഞ്ഞിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അവൻ വണ്ടിയിലേക്ക് കയറിയുന്നതുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി. ഇന്ദ്രൻ ആശുപത്രിയിലേക്ക് വരുമ്പോൾ മേഘൻ കാഷ്വാലിറ്റി മുമ്പിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്താടാ അവളും കുഞ്ഞോടെ? അവൻ മേഘനടുത്തേക്ക് വെപ്രാളത്തോടെ വന്നിട്ട് തിരക്കി. നീ ഇങ്ങനെ ചാണലിയടാ ദേവേന്ദ്ര, അവരകത്തുണ്ട്, ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. മേഘൻ അവരോട് പറഞ്ഞു. അവൻ കാഷ്വാലിറ്റി റൂമിൽ അടഞ്ഞെടുക്കുന്ന വാതിലേക്ക് നോക്കി. എന്താണ് മഹി ഉണ്ടായത്? അവൻ മേഘനോട് തിരക്കി. ഒരു തട്ടിക്കൊണ്ടുപോകൽ നാടകം. അവൻ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ടിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ഇരുന്നു. എന്താ? അവൻ കേട്ട കാര്യത്തിന്റെ നടുക്കത്തിൽ അവനോട് ചോദിച്ചു. എന്താ ഏതാന്നൊക്കെ അവള് പറയും. ഇനിയൊരു മയത്തിലൊക്കെ അതിനോട് ചോദിക്കണം. ആ പെണ്ണാകെ പേടിച്ചോട്ടാ. അവൻ അലസമായി മറുപടി നൽകി. തക്ക സമയത്ത് രുദ്രന്റെ മുന്നിലേക്ക് വന്ന് ചാടിയോണ്ട് അവളും കുഞ്ഞു രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ആരാ? ഇന്ദ്രൻ കറുത്ത സ്വരത്തിൽ അവനോട് ചോദിച്ചു. ഇവിടെ ഉള്ളവരൊന്നല്ല, പുറത്തുനിന്നുള്ള ഇറക്കുമതിയാ, മേഘൻ പറഞ്ഞുകൊണ്ട് ചാരിയിരുന്നു. നീ ഇവിടെ ഇരിക്കടാ ദേവേന്ദ്ര, നീ ഇങ്ങനെ കിടന്ന് വറക്കാൻ അവൾ അകത്ത് പെറാൻ പോയതൊന്നും അല്ലല്ലോ. മേഘന അവിടെ കിടന്ന വാതിലിന് മുമ്പിൽ വെരികിനെ പോലെ നിൽക്കുന്ന ഇന്ദ്രനെ നോക്കി ഒന്ന് കുത്തി പറഞ്ഞു. അവൻ മേഘനെ നോക്കി പല്ലുകടിച്ചു. ഓ, അവന് വന്ന ചോര, എനിക്ക് വന്ന തക്കാളി ചട്നിയോ? അവനെ ആ നോട്ടം കാണെ മേഘൻ പുച്ഛഭാവത്തിൽ പിറുവിരുത്തു. ഡോക്ടർ, മോൾക്ക് എന്താ പറ്റിയേ? നീലി തന്നെ മുറിവ് ഡ്രസ് ചെയ്യുന്ന ഡോക്ടറെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. പേടിക്കാനൊന്നുമില്ല, ഒരുപാട് കരഞ്ഞുകൊണ്ട് കുട്ടി അൺകോൺഷ്യസ് ആയതാ, കുറച്ച് കഴിയുമ്പോൾ ഉണർന്നോളൂ. അയാൾ അവളോട് പറഞ്ഞു. അവളുടെ കണ്ണ് ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന് നേർക്ക് പോയി. കരഞ്ഞു നടന്നുറങ്ങുന്ന ആ കുഞ്ഞിമേനി കാണെ അവളുടെ കണ്ണുകളിൽ സങ്കടം ഉരുണ്ടുകൂടി. ഇന്ന് രാവിലെ തുടങ്ങിയ കരച്ചില്ല ഡോക്ടർ, എന്താ മോൾക്ക് പറ്റിയത്? അവളെ അയാളോട് തിരക്കി. ഒരു സ്റ്റൊമക്ക് പെയിൻ വന്നാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കുട്ടി ഇന്ന് കഴിച്ച ഫുഡിന്റെ എന്തെങ്കിലും അലർജി ആവാനേ ചാൻസ് ഉള്ളൂ. അയാൾ പറഞ്ഞ് അവളുടെ മുഖം ചുളിഞ്ഞു. അങ്ങനെ ഒരു ഫുഡ് അലർജി വരാൻ മാത്രം ഇന്നങ്ങനെ പ്രത്യേകിച്ചൊന്നും അവൾ കഴിച്ചിട്ടില്ല. അതോർക്കെ അവൾക്കുള്ള സംശയങ്ങൾ നിറഞ്ഞു. പേടിക്കാനൊന്നുമില്ല, ഞാനൊരു സിറപ്പ് എഴുതിയിട്ടുണ്ട്, അത് 2 നേരം കൊടുത്താൽ മതി, ശരിയായിക്കോളൂ. അയാൾ അവളുടെ മുറിവ് ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞതും അവളതിനും തലയാട്ടി. കുഞ്ഞെഴുന്നേറ്റ് കഴിഞ്ഞ് എന്നെ കണ്ടിട്ട് വേണം തിരികെ പോവാൻ. അയാൾ പറഞ്ഞു. അവളതിനും തലയാട്ടി. അത് കാണെ അയാൾ അവിടുന്ന് പുറത്തേക്ക് നടന്ന് നീങ്ങി. കാഷ്വാലിറ്റി ഡോർ തുറക്കപ്പെട്ടതും ഇന്ദ്രമേഘൻ ഡോക്ടറിനടുത്തേക്ക് നീങ്ങി. ആ പേടിക്കാനൊന്നുമില്ല, മുറിവ് ഞാൻ ഡ്രസ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുഞ്ഞോടൊന്ന് എന്നെ കണ്ടിട്ട് വേണം പോവാൻ, ഓക്കെ? ഡോക്ടർ മേഘനെ നോക്കി പറഞ്ഞ് അവൻ തലയാട്ടി. ഇന്ദ്രൻ അത് നോക്കിക്കൊണ്ട് ഒട്ടും ക്ഷമയില്ലാത്തവനെ പോലെ ആ റൂം ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയത് അവൻ കാണുന്നത് ബെഡിൽ കിടക്കുന്ന കുഞ്ഞിനരിയിൽ ആകെ അലങ്കോലപ്പെട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോട് ഇരിക്കുന്നവളെയാണ്. മുറിയുടെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് നോക്കിയതും അവളുടെ കണ്ണുകളിൽ വീണ്ടും എഴുന്നീർ കണങ്ങൾ ഓരോന്നായി ഉറഞ്ഞുകൂടി. തന്നെ നോക്കി വിതുമ്പി വിറക്കുന്ന ചുണ്ടുകളോട് ഇരിക്കുന്നവളെ കാണെ ഇന്ദ്രന്റെ കണ്ണുകൾ അവളിൽ ആകമാനം ഓടി നടന്നു. ഇന്ദ്രേട്ടാ? അവൻ അവൾക്ക് തൊട്ടു മുന്നിലേക്ക് വന്നിരുന്നു. അവൾ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോട് അവനെ വിളിച്ചു. എന്നെ വഴക്ക് പറയില്ല ഇന്ദ്രേട്ടാ, ഞാൻ പേടിച്ചു പോയി. അവളൊരു ഏങ്ങലോട് അവന്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് കണ്ണുനീർ വാർത്തു. അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തും ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിലേക്ക് മാറി മാറി പതിയുന്നതിനൊപ്പം ആ കൈകൾ അവളെ തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. ഇന്ദ്രേട്ടാ? അവൾ കരച്ചിലിനിടെ അവനെ വിളിച്ചു. സാരമില്ല, അത് കഴിഞ്ഞു, പോട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മുടിയിലൂടെ വിരലോടിച്ചു. അത് കേൾക്കെ അവൾ അതിനെ കുറച്ചുകൂടെ ശക്തിയിൽ പൊണ്ണുന്നുകൊണ്ട് തേങ്ങി. നീലി? തന്റെ നെഞ്ചിൽ മുഖമമർത്തി കരയുന്നവളെ അവൻ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് വിളിച്ചു. പക്ഷെ അവളുടെ കാതുകളൊന്നും കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ നിമിഷം അത്രയും താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെല്ലാം അവൾ ആ നെഞ്ചിൻ ചൂടിൽ അമർന്നുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മോൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ദ്രേട്ടൻ പോയപ്പോൾ തുടങ്ങിയ കരച്ചില്ല. ഞാൻ കുറെ ശ്രമിച്ചതാ, പക്ഷെ അവൾ അമ്പിന് വില്ലിന് അടുത്തില്ല. അതങ്ങനെ തുടർന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ മോളെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയത്. ഇന്ദ്രേട്ടൻ ക്ഷേത്രത്തിൽ ഉണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഞാൻ. അവളൊന്ന് തേങ്ങി. അവന്റെ കൈകൾ അവളെ തഴുകി ആശ്വസിപ്പിച്ചു. ഞാൻ പേടിച്ചുപോയി. ഇനി ഒരിക്കലും ഞങ്ങൾ ഇന്ദ്രേട്ടൻ്റെ അടുത്ത് ഇതുപോലെ
ആൾ പറഞ്ഞു മുഴുമിക്കാൻ പാടുവിട്ടുകൊണ്ട് ശക്തിയിലൊന്ന് ഏങ്ങലടിച്ചു. ആരോളെ തന്നിലേക്ക് ചേർത്ത് വലിഞ്ഞു മുറുക്കി. മോളെ അവർ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, ഞാൻ അവരെ അടിച്ചു, മുടിക്ക് കുത്തിപ്പിടിച്ചു. അവൾ അവരിൽ നടന്നു മാറിക്കൊണ്ട് അവനെ നോക്കി ഓരോന്ന് എണ്ണി പറയാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ അവളുടെ തലയിലെ മുറിവിലേക്കും കവിളിലെ പാടിലേക്കും വക്കുപൊട്ടിയ ചുണ്ടിലേക്കും എല്ലാം മാറി മാറി പതിഞ്ഞുകൊണ്ടിരുന്നു. ഒരുപാട് ഉപദ്രവിച്ചു, ആരോ ജീവനോട് കൊണ്ടുവരാൻ പറഞ്ഞോണ്ടത്രേ കൊല്ലാണ്ടിരുന്ന് അവൾ അവനോട് പറഞ്ഞു. അവന്റെ നെറ്റിൽ വരകൾ പ്രത്യക്ഷമായി. ആര്? അവൻ അവളെ നോക്കി ഗൗരവത്തിൽ തിരക്കി. അറിയില്ല. മോൾക്ക് എന്താ പറ്റിയത്? അവനവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളികളെ തള്ളവിരലുകളാൽ തുടച്ചു മാറ്റിക്കൊണ്ട് ചോദിച്ചു. വയറുവേദന വന്നതാണെന്ന് ഡോക്ടർ പറഞ്ഞ്. അലർജിക്കായിട്ടുള്ള എന്തോ കഴിച്ചുകൊണ്ട് സംഭവിച്ചാണെന്ന്. പക്ഷെ അങ്ങനെയൊന്നും അവൾ കഴിച്ചിട്ടില്ല. എന്നും കഴിക്കാറുള്ള കുറുക്ക് പോലും മര്യാദ കഴിച്ചില്ല. പിന്നെ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. അവനവളുടെ കവളിലെ പാടിലൂടെ ഒന്ന് വിരൽ ചലിപ്പിച്ചുകൊണ്ട് മൂളി. അവളൊന്ന് എരിവലിച്ചു. എനിക്ക് വേദനിക്കുന്നുണ്ട്. അവൾ തന്നെ കവളിലിരിക്കുന്ന അവന്റെ കയ്യിൽ പിടിച്ചൊന്ന് എരിവലിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവളെ നോക്കി. നന്നേ ക്ഷീണം ബാധിച്ചവളുടെ മുഖം കാണും തോറും അവളോട് ഇങ്ങനെ ചെയ്തവരെ കൊല്ലാനുള്ള കലി അവനിൽ നിറഞ്ഞു. ആ ദേഷ്യം അത്രയും അറിഞ്ഞെന്ന പോൽ അവൾ തന്നെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ ഇറുകെ പുറന്നു. അവളുടെ ആ പ്രവൃത്തിയാണ് അവനെ കാടുകയറി തുടങ്ങിയ ചിന്തകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്നത്. നിനക്ക് വിശക്കുന്നുണ്ടോ? അവനവളെ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അരുമയോടെ തിരക്കി. അവളിൽ നിന്ന പോലെ അവന് നെഞ്ചിൽ മുഖമിട്ട് ഉരുട്ടി. നമുക്ക് പോവാം. അവനവളെ കവളിൽ കവിച്ചോട് ചോദിച്ചു. മോളോട് നീട്ട് ഡോക്ടറെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. ആളവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്താതെ കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കിക്കൊണ്ട് മറുപടി നൽകി. ഡോക്ടറെ കണ്ടിട്ടേ പോകൂ. അവൻ പറഞ്ഞുകൊണ്ട് അവളെ തന്നിൽ നിന്ന് മാറ്റി നിർത്തി. ശേഷം കിടക്കയിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിന്റെ നെറുകയിലൊന്ന് മുത്തിക്കൊണ്ട് അവളെ എടുത്ത് തോളിലേക്ക് ഇട്ടു. വാ. അവനവളുടെ കയ്യിൽ വിരൽ കോർത്തുകൊണ്ട് അവളുമായി മുന്നോട്ട് നടക്കവേ തനിക്കരികിൽ പയ്യെ വലിഞ്ഞു വലിഞ്ഞു നടക്കുന്നവളെ കാണെ അവന്റെ കണ്ണുകളൊന്നും ചുരുങ്ങി. കാല് ചെറുതായിട്ടൊന്ന് കല്ലിൽ തട്ടിയതാ. അവന്റെ നോട്ടം കാണെ അവൾ കയ്യിലെ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചതല്ലാതെ അതിന് മറുപടിയൊന്നും നൽകിയില്ല. എന്നിട്ടിപ്പോ ആ കുട്ടിക്ക് എങ്ങനെയുണ്ട്? അവൾ തനിക്ക് ഭക്ഷണം വാരി നൽകുന്നവരെന്ന് ചോദിച്ചു. ചെറുതായിട്ടൊന്ന് പെയിന്റ് പോയിട്ടുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അവനവളുടെ വായിലേക്ക് ഒരു ഉരുള ചോറ് കൂടി വെച്ചെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാൻ അപ്പോഴേ ആ തെണ്ടിയോട് പറഞ്ഞ ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കോളാന്ന്. അപ്പൊ അവന്റെ ഒടുക്കത്തെ ഒരു ഉപദേശം. എന്നിട്ടിപ്പോ കണ്ടില്ലേ, വായിൽ വെക്കാൻ കൂടില്ലാത്തവണ്ണം ഉണ്ടാക്കി കൊടുത്ത് വിട്ടിരിക്കുന്നത്. അവനൊരു പിടി വായിലേക്ക് വെച്ച് ചവച്ചിറക്കിക്കൊണ്ട് അത് ഇഷ്ടപ്പെടാത്ത പോലെ പറഞ്ഞു. സംഭവം എന്നും കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലും ഇന്ന് അതേ ഭക്ഷണം അവൾ കഴിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടുമോ എന്ന പൊള്ളയായ ചിന്തയിൽ നിന്ന് പൊങ്ങി വന്ന അപരിക്ഷതാബോധം, അതാണ് അവന്റെ വാക്കുകളിൽ അത്രയും പ്രകടമായിരുന്നത്. എന്താ ഇതിന് കുഴപ്പം? നല്ലതാണല്ലോ. അവൻ തന്റെ വായിലേക്ക് വെച്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു. ആ, നിനക്ക് അങ്ങനെ തോന്നും. അല്ലെങ്കിലും എന്ത് കൈ കൊണ്ട് പച്ച വെള്ളം തന്നാലും അതിന് ഒടുക്കത്തെ രുചിയായിരിക്കുന്ന പണ്ട് അമ്മ പറയാറ്. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വായിലേക്ക് ഒരു ഉരുള കൂടി വെച്ചു കൊടുത്തു. ഇതെന്തിനെങ്ങനെ കുട്ടിശങ്ങനെ കൊടുക്കുന്ന പോലെ വലിയൊരുള തരുന്നേ? എനിക്ക് അത്ര വലിയ വായൊന്നുമില്ല. അവൻ തന്നെ കഷ്ടപ്പെട്ട് കഴിച്ചിറക്കിക്കൊണ്ട് അവനോട് ചൊടിയോടെ പറഞ്ഞു. എന്നിട്ട് എന്നോട് ചാടിക്കടിക്കാൻ നേരത്തെ എനിക്ക് അങ്ങനെ തോന്നാറില്ലല്ലോ. അവൻ പറയുന്നതിനൊപ്പം ചെറിയൊരു ഉരുള അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അത് കേൾക്കെ അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവന്റെ വിരലും കൂടി കടിച്ചു പറിച്ചുകൊണ്ട് അത് വായിലാക്കി. ആ, ഇത് തന്നെയാ ഞാൻ പറഞ്ഞു. അവൻ പറഞ്ഞുകൊണ്ട് അവസാനം പിടിച്ചവർ സ്വന്തം വായിലേക്ക് വെച്ച് അവിടുന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെയാണ് അവരുടെ മുറിയുടെ വാതിൽ കൊട്ടുകേട്ടതും. ആ ദേവേന്ദ്രനായിരിക്കും. അവൻ പറഞ്ഞുകൊണ്ട് ആ പാത്രവും കൈയും കഴുകി വാതിലിന് നേർക്ക് നടന്നു. ഞാൻ വിചാരിച്ച് നീ ഇവിടെയും കൂടെ സ്ഥലം വിട്ടെന്ന് മേഘൻ തനിക്കുമ്പിൽ നിൽക്കുന്നവരെ നോക്കി പറഞ്ഞു. അവനത് മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി അവന് പുറകെയായി നീലിയും. അകത്ത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്നവളെ കണ്ടതും നീലിയുടെ കണ്ണുകളൊന്നും ഞെട്ടാതിരുന്നില്ല. ഇതെന്താ പറ്റി? അവൾ ഭൂമിക്കരിയിലേക്ക് വന്നുകൊണ്ട് തിരക്കി. ചെറിയൊരു ആക്സിഡന്റ്. അവൾ ചിരിയോളം മറുപടി നൽകി. എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ടീച്ചറെ? എന്നോട് ആരും പറഞ്ഞില്ല. അവൾ ഇന്ദ്രനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല, ചെറിയൊരു മുറിവ്, അത്രയേ ഉള്ളൂ. അവൾ പയ്യെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റോട് നീലിയോട് പറഞ്ഞു. ഒത്തിരി മുറിഞ്ഞോ? അവൾ ഭൂമിയുടെ കയ്യിലെ വലിയ കെട്ടിലേക്ക് നോക്കി ചോദിച്ചു. ഏയ്, ചെറിയൊരു കീറല്, അത്രയേ ഉള്ളൂ. അവൾ നീലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചിരിയോടെ പറഞ്ഞു. ഇവിടെ ഇരിക്കി, തലയിൽ മുറിവുള്ളതല്ലേ? അവൾ പറഞ്ഞുകൊണ്ട് നീലി ആ ബെഡിലേക്ക് ഇരുത്തി. മോളോർക്കാണോ? അവൾ ഇന്ദ്രന്റെ തോളിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ പുറത്തൂടെ വിരൽ പായിച്ചുകൊണ്ട് ചോദിച്ചു. അവനൊന്ന് മൂളി. ഇങ്ങോട്ട് കിടത്തിക്കോ. അവൾ ഹോസ്പിറ്റൽ ബെഡ് ചൂണ്ടി പറഞ്ഞു. അവൻ കുഞ്ഞിനെ അവിടേക്ക് കിടത്തി. നിങ്ങളെന്തെങ്കിലും കഴിച്ചോ? അവൾ ആരും നോക്കി ചോദിച്ചു. ഇപ്പൊ ഒന്നും വേണ്ട ചേച്ചി. നീലിയാണ് അവൾക്കുള്ള മറുപടി നൽകിയത്. നീ ഒന്നെങ്കിൽ വന്നേ. മേഘൻ ഇന്ദ്രൻ നോക്കി പറഞ്ഞുകൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അവൾ നീലിയെ നോക്കിക്കൊണ്ട് അവന് പുറകെ പോയി.
എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഭൂവി ഗ്ലാസ്സിലൽപ്പം വെള്ളം പകർന്നെടുത്ത് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു. മേലാകെ നല്ലപോലെ വേദനിക്കുന്നുണ്ട്, തലക്കൊരു കനം പോലെ തോന്നുന്നുണ്ട്. നീലി അവളോട് പറഞ്ഞു. ഇത്തിരി നേരം കിടന്നോ, മോൾ ഉടനെ വിളിക്കാം. വേണ്ട, ഞാൻ അവിടെ ഇരുന്നോളാം. കിടക്കണം തോന്നിയെങ്കിലും അവൾ അങ്ങനെയാണ് പറഞ്ഞ്. വെറുതെ ഇങ്ങനെ തലയും താങ്ങിയിരുന്ന് വേദന കൂട്ടണ്ട, അങ്ങോട്ട് കിടന്നു, ഞാനത് ബാത്റൂമിൽ പോയിട്ട് വരാം. ആൾ പറഞ്ഞുകൊണ്ട് ബാത്റൂം ലക്ഷ്യം വെച്ച് നടന്നു. നീലിയാന്ന് നോക്കിക്കൊണ്ട് ബൈസ്റ്റാൻഡർ ബെഡിലേക്ക് കിടന്നു. ചെമ്പൂരിൽ നിന്നുള്ളവരാണെന്ന് അവൻ പറഞ്ഞു. ആമാര് 4 പേരുണ്ടായിരുന്നു. രുദ്രൻ പറഞ്ഞു വെച്ച് നോക്കിയാ അവർ ഇനി ഇവിടെ വിട്ടിട്ടില്ല. മേഘൻ തനിക്കരികിൽ നിൽക്കുന്നവരെ നോക്കാതെ പറഞ്ഞു. ആര് പറഞ്ഞിട്ട് അവന്മാർ ഇതിനെ ഇറങ്ങി തിരിച്ചെന്ന പോലെ അറിവുണ്ടോ? ഇന്ദ്ര അവരോട് തിരക്കി. അതിത്ര അറിയാൻ മാത്രം തിരിക്കുന്നു. അവളെയും കുഞ്ഞിനെയും നിന്നിൽ നിന്ന് അകറ്റണമെന്ന് ചിന്തിക്കുന്ന ആരും ആവാം അതിന് പുറകില്. മേഘൻ ചുണ്ടുകൂട്ടിക്കൊണ്ട് അവരോട് പറഞ്ഞു. നീ ഇതിന് പുറകെ പോകുന്നില്ലയോ? പക്ഷെ എനിക്ക് കൊടുക്കാനുള്ള അത്രയും ഒന്ന് വിടാൻ ഞാൻ കൊടുത്തിരിക്കുന്ദ്ര. ആ നേരത്തെ നിന്റെ ഒടുക്കത്തെ തത്വം പറച്ചിലും കൊണ്ട് ഇടയിൽ കയറി വന്ന പൊന്നു മോനെ, നിന്റെ നട്ടലിന്റെ സ്ഥാനത്ത് ഇനി മുതൽ വാഴപ്പിണ്ടി മതിയെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. മേഘന അവർ നോക്കി പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. ഞാൻ നിന്നോട് പറഞ്ഞല്ലേ, എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ, പിന്നെ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിനാ? അവൻ ഈർഷ്യയോടെ തിരികെ ചോദിച്ചു. ഇടയ്ക്ക് നീ 2 തന്തയ്ക്ക് വന്ന സ്വഭാവം കാണിക്കുന്നുണ്ടാ എനിക്ക് നിന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. മേഘന അവർ നോക്കി പൂച്ചപാത്തിൽ പറഞ്ഞു. അത് കേട്ടത് അവൻ മേഘനൊന്ന് പല്ലടിച്ച് നോക്കി. കാര്യം പറയുമ്പോ ഇങ്ങനെ ക്ഷുഭിതനായിട്ടൊന്നും കാര്യമില്ല. ഇപ്പൊ സംഭവിച്ചടക്കം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങൾക്കും കാരണക്കാരൻ നീ തന്നെയാ. ചില നേരത്തെ നിന്റെ വൃത്തിയായിട്ട സ്വഭാവം ഒറ്റൊന്ന് കാരണ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിന് നീ ഇങ്ങനെ രോഷം കൂടിയിട്ട് കാര്യമില്ല. എന്തിനധികം പറയുന്നു, ആ ആണിയുടെ കാര്യം തന്നെ നോക്കിയാ പോരെ. മേഘന്റെ വാക്കുകൾ കേൾക്കെ ഇന്ദ്രനിൽ അസഹിഷ്ണുത നിറഞ്ഞു. എടാ, ഓർമ്മ വെച്ച കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന മാനത്ത് കൊണ്ടു നടന്ന എന്നൊന്നും പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല. നാളെ ഇത്രയായിട്ടും ആ പെൺകൊച്ചിനെ കെട്ടി കൂടെ കൂട്ടാൻ നിനക്ക് കൊല്ലം ഇത്രയും കാക്കേണ്ടി വന്നില്ലേ? പിന്നെ ഇതിന്റെ ഇടയിൽ അവിടെ തന്തവടിയായതുകൊണ്ട് അവളിപ്പോ നിന്റെ കൂടെ നിന്റെ ഭാര്യയായിട്ട് നിൽക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ അവൾ കെട്ടിപ്പോകുന്നവരെ നീ ഇവിടെ ക്ലാവ് പിടിച്ച വിളക്കണക്ക് ഒന്നിനും കൊള്ളാതെ ഇരുന്നേനെ. മേഘന അവൻ നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. ഇന്ദ്രൻ അത് ഇഷ്ടപ്പെടാത്ത കൂട്ട് അവനെ ഒന്ന് കനപ്പിച്ച് നോക്കിക്കൊണ്ട് മുഖം വെട്ടി തിരിച്ചു. എന്നിട്ട് അവളെ കൂടെ കൂട്ടിയിട്ട് അതിന് നേരെ വണ്ണം പോറ്റാൻ നിന്നെ കൊണ്ട് പറ്റുന്നുണ്ടോടാ കോപ്പേ? ആ കാടന്മാർക്കിടയിട്ട് അതിനെ പെടാപ്പാട് പെടുത്തൂലെ നീ ചെയ്യുന്നേ? പിന്നെ ഞാൻ എന്തു വേണമെന്നാണ് കോപ്പി നീ പറയുന്നേ? അവരെ പേടിച്ച് ഞാൻ അവളെ കൂടെ നാട് വിടണമെന്നോ? ഇന്ദ്ര അവനെ നോക്കി പല്ലടിച്ചുകൊണ്ട് ചോദിച്ചു. എനിക്കൊരു അബദ്ധം പറ്റി, ഞാനത് സമ്മതിക്കുന്നു. അതിന് നീ എന്തിനാണ് കോപ്പേ എന്നെ ഒരു ഉണ്ടാക്കലാകുന്ന പോലെ സംസാരിക്കുന്നേ? ഇന്ദ്ര അവന് നേർക്ക് മുരണ്ടു. ഞാനത് ആക്കാതെ തന്നെ സ്വയതാണെന്ന് വിചാരിച്ച് നടക്കുന്നവർക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും. അതിന് എനിക്കൊന്നും ചെയ്യാനൊക്കില്ല. മേഘന അവനെ നോക്കി ഒരു പുച്ഛഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി അവിടെ നടന്നു നീങ്ങി. അത് കാണെ ഇന്ദ്രൻ പല്ലിയരിച്ചുകൊണ്ട് അവനെ നോക്കി. അവിടെ നിന്ന് അത് വെറുതെ കടിച്ചുകൂട്ടിക്കാതെ പെൺകൊച്ചിന് കൊത്തിപ്പറിക്കാൻ വല്ലതും വാങ്ങിക്കൊടുക്കണ ദേവേന്ദ്ര, അവനൊരു ഭർത്താവ് വന്നിരിക്കുന്നു. മേഘൻ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.